ഇന്നലെ രാത്രി 2 പേരും കളി കഴിഞ്ഞിട്ട് ടോയ്സൊക്കെ പരത്തിയിട്ടിട്ടാണ് കേട്ടോ റൂമിൽ വന്ന് കിടന്നിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ല. ഞാൻ വന്ന് കിടന്നതിൻ്റെ ശേഷം ഞാൻ 2 പേരെയും കൊണ്ട് റൂമിലേക്ക് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പരത്തിയിട്ടതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ ഈ സാധനങ്ങൾ പരത്തിടുക എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അപ്പോഴേ എടുത്തുവെച്ച് കിടന്നായിരുന്നു. ഇപ്പം ഇത് എടുത്തുവെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സിയമോളും ആര്യനും എണീറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ തന്നെ എല്ലാം പരത്തിടും. പക്ഷെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല അതങ്ങനെ കിടക്കണത്. അപ്പോൾ ഞാൻ കാണുന്ന സമയത്തൊക്കെ ഞാൻ അത് ഒതുക്കി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരിനെ കൊണ്ട് ഒതുക്കി വെപ്പിക്കും. ടോയ്സൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ രാവിലെ ഞാനിന്ന് പൂരിയും പിന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഫോൺ എടുത്ത് നോക്കിയതാണ്. എൻ്റെ അരമണിക്കൂർ അവിടെ പോയി കിട്ടി കേട്ടോ. ഫോണിൽ ഞാനിങ്ങനെ ഓരോ ഷോർട്സും റീൽസൊക്കെ കണ്ടിട്ട് സമയം അങ്ങനെ പോയി കിട്ടി. ഇത് മിക്ക ദിവസവും നടക്കുന്ന ഒരു സംഭവമാണ്. രാവിലെ എണീറ്റ് ഞാൻ ഫോൺ എടുക്കാത്ത ദിവസമാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്തായിട്ട് പോകും കേട്ടോ. ഫോണെങ്ങാനും എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അന്നത്തെ ദിവസം വെറുതെ സമയം പോയി കിട്ടും. പിന്നെ വല്ലാത്തൊരു കുറ്റബോധം, അയ്യോ വെറുതെ സമയം പോയില്ലേ, രാവിലെ എത്ര കാര്യങ്ങൾ നേരത്തെ ചെയ്യായിരുന്നു എന്നൊക്കെ പിന്നെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. പിന്നെങ്കിൽ പാൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിതാ അതൊക്കെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ സിയമോളെ എണീറ്റിട്ട് എന്നെ വിളിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ ഫോണ് നോക്കിയിരിക്കണത് എന്നുള്ളത്. ഫോൺ നോക്കിയിരുന്ന ടൈം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുകയായിരുന്നു വെച്ചെങ്കിൽ ഇപ്പോൾ ഉണ്ണി എണീറ്റ് വരുമ്പോഴേക്കും രാവിലേക്കുള്ള ഫുഡ് ഒരുവിധം ആയി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, സിയമോളേനെ ഒപ്പം ഇരുത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കൽ തന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ അതേ ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ലേശം റവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പൂരി ഉണ്ടാക്കാറ്. ചിലപ്പോൾ ഞാൻ പാൽ ഉണ്ട് വെച്ചെങ്കിൽ പാൽ ഒഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് പാലില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. സീമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഷെൽഫിൻ്റെ മേലെ. അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ നെയ്യെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നെയ്യെടുത്ത് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണെന്നൊക്കെ എന്നോട് പറയുകയാണ്. ഞാൻ പൂരി ഉണ്ടാക്കാൻ പഠിച്ചതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ട് കറക്റ്റ് രീതിയിൽ തന്നെ വരാറുമുണ്ട്. പൂരി നല്ലോണം പൊങ്ങി വരും ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ എണ്ണ കുടിച്ച പോലെ എന്തോ എങ്ങനെ ഇപ്പോൾ പറയേ, പൂരിയിൽ ഇങ്ങനെ ഒരുപാട് എണ്ണ പിടിച്ച പോലെ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. കറക്റ്റ് ആ പൂരിയുടെ പരുവത്തിൽ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ആ എണ്ണക്കുപ്പി കണ്ടില്ലേ, അത് ഞാൻ ഈ വീട്ടിലേക്ക് താമസമാക്കിയ സമയത്ത് വാങ്ങിയിട്ടുള്ളതാട്ടോ, ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇവിടേക്ക് താമസമാക്കിയിട്ടൊരു 3 അല്ലെങ്കിൽ 4 വർഷമായിട്ടുണ്ടാവും. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ അത് ഗ്ലാസ്സൊക്കെ നല്ല കട്ടിയുള്ള സാധനം തന്നെയാണ്. ഒന്ന് ചെറുതായിട്ടൊന്നും വീണാലൊന്നും പറ്റൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ ഇതുവരെ വീണിട്ടില്ല കേട്ടോ, പൊട്ടുമില്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വീണാൽ പൊട്ടുമായിരിക്കും കേട്ടോ, ഗ്ലാസ് അല്ലേ സാധനം. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ബോട്ടിലിൻ്റെ അടപ്പിന് ഒരു വാഷറുണ്ട്. ആ വാഷർ ഇങ്ങനെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിലേക്ക് അതിൻ്റെ ആ ബ്ലാക്ക് സാധനങ്ങളൊക്കെ ആവുകയാണ്. എനിക്ക് ഈ ബോട്ടിൽ വാങ്ങുമ്പോൾ 2 ബോട്ടിലായിട്ട് അങ്ങനെ ഓഫറിന് കിട്ടിയതാട്ടോ. നല്ല 200 രൂപയുടെ താഴെ അങ്ങനെ എത്രയും ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഓർമ്മയില്ല. ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ എന്നിട്ട് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ അതിന് ഒരു ബോട്ടിലിന് തന്നെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. ഒരു 249 അങ്ങനെ എത്രയോ വില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിയില്ല. എന്നിട്ടിപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് ഇതുപോലെ യൂട്യൂബിൽ ഞാനിങ്ങനെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാട്ടോ. നല്ല സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെ. പൂരിയിലേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നന്നായി കഴുകിയിട്ട് ഞാൻ അങ്ങനെ വേവിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിയമോൾക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് തൊലി പൊളിച്ചിട്ട് കൊടുക്കുകയാണ്. സിയമോള് എണീറ്റ് വന്ന വഴി അങ്ങനെ ഇരിക്കണതാട്ടോ, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വിശക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് തൊലി പൊളിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്, ഇനിയിപ്പോൾ ഓറഞ്ച് രാവിലെ തന്നെ കൊടുത്തോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഓറഞ്ച് വിചാരിച്ച പോലെ അത്ര ടേസ്റ്റ് ഇല്ല തോന്നണം കേട്ടോ. അവൾ അത്ര കാര്യമായിട്ട് കഴിക്കുകയൊന്നും ചെയ്തില്ല, കുറച്ച് ബാക്കി വെച്ചു. പിന്നെ എനിക്കും കഴിക്കാൻ തോന്നിയില്ല. രാവിലെ എണീറ്റ് വന്നിട്ടേക്ക് ഈ ഓറഞ്ച് ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കഴിച്ചിരുന്നത്. അല്ലാതെ ഇങ്ങനെ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ ഓറഞ്ച് ഇങ്ങനെ പുളിയുള്ള സംഭവങ്ങളൊന്നും. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് നേരം കൊണ്ട് ഞാൻ ഒരു ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ.
കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കടുകും പിന്നെ കുറച്ച് പരിപ്പ് പിന്നെ ഒരു ലേശം ഉഴുന്ന് അതൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടാണ് ഇട്ടത്, കടുകല്ല ബാക്കിയുള്ളത്. അപ്പോൾ അത് നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിയമ്മോളുടെ മേത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സിയമ്മോളുടെ ആ ഭാഗത്തേക്കായിട്ട് ചെരിഞ്ഞ് നിൽക്കണത്. പിന്നെ അത് ആ ഉള്ളി ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ. സിയമ്മോളേനെ ഷെൽഫിൻ്റെ മേലെ നിന്ന് ഇറക്കാൻ നോക്കിയപ്പോൾ പിന്നെ അവൾക്ക് വാശിയായി. അപ്പോൾ അവളേനെ എടുത്തിട്ട് ഓരോന്ന് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. പിന്നെ ഉള്ളി വഴറ്റാൻ വെച്ചത് അത് കുറച്ച് കൂടുതൽ ഫ്രൈ ആയിപ്പോയി. ഫ്രൈ ആയെന്ന് വെച്ചാൽ ഇങ്ങനെ മൊരിഞ്ഞ പോലെ ആവില്ലേ, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയുടെ കളർ തന്നെ മാറിപ്പോയി. ശരിക്കും ഈ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ മസാല യെല്ലോ കളറിലല്ലേ ഉണ്ടാവുക, അതിപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറിപ്പോയി. കറി അതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ചെറുനാരങ്ങ ഇല്ല, അപ്പോൾ ഞാൻ വിനാഗിരി ഒരു ലേശം ഒഴിച്ചു കൊടുക്കുകയാണ്. കറി ടേസ്റ്റ് നോക്കിയപ്പോൾ എന്നും ഉണ്ടാക്കുന്ന പോലത്തെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. സവാള കുറച്ച് മൊരിഞ്ഞു പോയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ എന്നും ഉണ്ടാക്കണ അത്ര ടേസ്റ്റിക്കുന്നത് തോന്നിയില്ല. പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഉരുളുരുട്ടിയിട്ട് ഞാനെങ്കിൽ പൂരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം ഓർമ്മ വരുന്ന ചായക്കും കൂടി വെക്കാമെന്ന്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴേക്കും എൻ്റെ എണ്ണ ആകെ പുകഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് തീ കുറച്ച് വെച്ചു. പിന്നെ ചായക്കുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പരത്തിയിട്ടുള്ളത് ഗോതമ്പ് പൊടി ഇട്ടിട്ടല്ല കേട്ടോ, ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ പരത്തിയിട്ടുള്ളത്. ഞാൻ നോക്കി ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ അങ്ങനെയായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ. പൂരി ഇങ്ങനെ നന്നായി പൊന്തി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാട്ടോ. ഉണ്ടാക്കിയത് ശരിയായി എന്നുള്ളൊരു സന്തോഷം. എന്തായാലും പരത്തിയതും കുഴച്ചതൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷേ എണ്ണ ചൂടാക്കിയപ്പോൾ അത് കുറച്ച് ചൂട് കൂടുതലായിപ്പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂരിയുടെ കളറ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കളറൊന്ന് മാറി. അങ്ങനെ പൂരി എല്ലാതും എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നും ആര്യം പോണതിനനുസരിച്ചിട്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ആര്യനെയും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരം വൈകിയ എല്ലാ കാര്യത്തിനും. ഞാൻ ആദ്യം തന്നെ ചായയാണ് കേട്ടോ കുടിക്കണത്. ചൂടോടെ ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കും മൂക്കിനൊക്കെ ഒരു വല്ലാത്ത സുഖമാണ്. പിന്നെ അത് ആ കുട്ടികളും ഞാനും കൂടിയിട്ടായിരുന്നു ഭക്ഷണം കഴിക്കണത്. സിയമ്മോൾ അതിൻ്റെ ഇടയിൽ പൂരി എടുത്തിട്ട് എൻ്റെ പാത്രത്തിലേക്ക് എറിയാണ് അവളുടെ പ്ലേറ്റിൽ വെച്ചു കൊടുത്തത്. പൂരി ചൂടാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പാത്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ആരിൻ്റെയൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സിയമ്മോൾക്ക് കൊടുക്കലാണ് അടുത്ത പണി. പിന്നെ അതിൻ്റെ ശേഷം അതാ കുറേ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. പാത്രമൊക്കെ ഞാൻ അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊട്ടത്തളത്തിൽ ഇട്ട് വെച്ചിരിക്കുക. ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. രാവിലത്തെ കുക്കിങ്ങിൻ്റെ ശേഷം അടുക്കളയിലൊക്കെ എണ്ണയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം. ഞാനിങ്ങനെ പൂരി ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടുമ്പോൾ ആ സൈഡിൽ കൂടെ അങ്ങനെ എണ്ണ പുറത്തേക്ക് ചെറുതായിട്ട് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗമൊക്കെ ഞാൻ സോപ്പിട്ടിട്ട് സ്പഞ്ചായിട്ട് തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തുണിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയാലും ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സോപ്പിട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ തുണിയായിട്ട് അതൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അവിടെ എണ്ണമയം ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലീനായിട്ട് കിടന്നോളും.